നമ്മളുടെ വിഷയം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ള വിഷയമാണ്. നമ്മൾ ഇതിനെ പരിശുദ്ധാത്മ അഭിഷേകമെന്നും പരിശുദ്ധാത്മ സ്നാനമെന്നും ആത്മസ്നാനമെന്നും ആത്മപകർച്ച എന്നൊക്കെ നമ്മൾ പറയും, ആത്മനിറവ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അതിനെ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പദം മാത്രം മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ വിഷയം ഇന്ന് ഇതിന്റെ ഒരു ആമുഖമാണ്. ഇതിന്റെ ആമുഖത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കുറിവാക്യം വായിക്കുക ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഞാൻ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് നമുക്കൊരു ചില വാക്യ ഭാഗങ്ങൾ തന്നെ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്നും ദൈവം അരുളി ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. ഈ വായിച്ച വേദഭാഗത്തിന് ഒരു പിന്നാമ്പുറമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. നമുക്ക് ആ പശ്ചാത്തലം കൂടെ വായിക്കാം. എല്ലാവർക്കും അറിയാം യോവേൽ പ്രവചനം 2-ാം അധ്യായം, അതും 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗത്താണ് ഈ പത്രോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചു പറഞ്ഞ ഭാഗങ്ങളുള്ളത്. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണം ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാൻ ഉള്ളവരും ഉണ്ടാകും. ഇവിടെ ഒരു കണ്ടീഷനാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ നമ്മുടെ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നതായ കർത്താവേ, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയത്തെ ഞങ്ങൾ പഠിക്കുവാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഏവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, കേൾക്കുന്നവർക്ക് ഗ്രഹിക്കുവാൻ തക്ക വിധത്തിലുള്ള ഭാഷാ പ്രയോഗത്തിലൂടെ കർത്താവേ സ്തോത്രം, വിഷയങ്ങളെല്ലാം ഇവരുടെ മുൻപാകെ അവതരിപ്പിക്കുവാൻ, അതവർക്ക് കേട്ട് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. പ്രാർത്ഥന കേൾപ്പിക്കാൻ ശ്രദ്ധിക്കുന്നു, യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. വിഷയം പരിശുദ്ധാത്മാവിൽ സ്നാനം. നമ്മൾ വായിച്ച ആ വാക്യ ഭാഗത്ത് എന്തുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലന്
അവരോടത് പ്രസംഗിക്കേണ്ടി വന്നത്. അതിന്റെ പശ്ചാത്തലം, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മേൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ചിലർ പറയുന്നു 120 പേര്, ചിലർ പറയുന്നു 12 അപ്പോസ്തലന്മാര്, ചിലർ പറയുന്നു എത്ര പേരെന്ന് അറിയില്ല. അതിൽ അവസാനം പറഞ്ഞതാണ് വിശുദ്ധ വേദപുസ്തക പ്രകാരം ശരി. അവിടെ അപ്പോൾ ആ നിമിഷം എത്ര പേരുണ്ടായിരുന്നു എന്നറിയില്ല. എന്നാൽ അവിടെ കൂടപ്പെട്ടിരുന്ന ഓരോരുത്തരുടെ മേലും ഒരു വ്യക്തിയെ പോലും മാറ്റി നിർത്താതെ ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങൾ എന്നതുപോലെ ഇറങ്ങി വന്ന് അവരെ എല്ലാം നിറച്ച് അവർ പരിശുദ്ധാത്മാവ് അവരുടെ നാവിന്റെ മേൽ കൊടുത്ത അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ അത് കേട്ട് അവിടെ ഓടി കൂടിയ വലിയൊരു ജനം അവർ 2 ഭാഗമായി. ഒരു കൂട്ടർ അവർ അത്ഭുതപ്പെട്ടു, അവർ അക്കാര്യം ഏറ്റെടുത്തു. എന്നാൽ വേറൊരു വലിയ കൂട്ടർ എന്തു ചെയ്തു? അതിനെ പരിഹസിച്ചു. വല്ലാതെ ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിട്ട് ഇത് ചെയ്യുകയാണെന്ന് അവർ പരിഹസിച്ച് പറയേണ്ട ഇടയായി. അപ്പോൾ ഓർത്തു നോക്കുക, ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. പെന്തക്കോസ്ത് നാളിലും അപ്പോസ്തലന്മാരുടെ കാലയളവിലും ഈ നിമിഷവും പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ആ ദൈവീക വാഗ്ദത്തത്തെ, ദൈവീക പ്രവൃത്തിയെ പരിഹസിക്കുന്ന വലിയ ഒരു കൂട്ടത്തിന് നടുവിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ഇത് പഠിക്കണം. അതുകൊണ്ട് നാം ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരെ ഇത് പഠിപ്പിക്കണം. അങ്ങനെ അനേകർ ഈ വിഷയം നന്നായി പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ പരിഹാസികളുടെ എണ്ണം കുറഞ്ഞു വരികയും ഇത് അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യും. ഇതിനെ വ്യക്തമായി നമ്മൾ 2ആയിട്ട് തിരിക്കും. ഒന്ന്, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ത് അല്ല. ഇത് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചിട്ട് മാത്രമേ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ത് ആണ് എന്ന് പഠിക്കാവൂ. കാരണം നമ്മളിത് മുമ്പോട്ട് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തമാകും. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം ഇന്നതല്ല എന്ന് നമ്മൾ പഠിക്കേണ്ടത്. കാരണം കഴിഞ്ഞ ഏകദേശം 100-125 വർഷങ്ങളായിട്ട് പെന്തക്കോസ്ത് ഉണർവ് നമുക്കറിയാം. 1901 ഉണ്ടായതായ പെന്തക്കോസ്ത് ഉണർവ് ലോകമാകെ വളരെ വേഗം പ്രചരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അനേകർ അവരായിരുന്നതായ മതബന്ധനത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ പിടിക്കപ്പെട്ട് അവർ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ആ മതബന്ധനത്തിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിച്ച് വളരെ വേഗം ഈ 125 വർഷങ്ങൾ കൊണ്ട് പെന്തക്കോസ്ത് പ്രസ്ഥാനം വളർന്ന ആ ഒരു വളർച്ച നമ്മളത് ഒരിക്കലും കാണാതെ പോകരുത്. ആ ഒരു വളർച്ച 2000 വർഷമായിട്ട് ഈ പറയുന്നതായ സമുദായ സഭകൾക്കോ പ്രവർത്തനങ്ങൾക്കോ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വളർച്ചയാണ് ഈ 125 വർഷങ്ങൾ കൊണ്ട് പെന്തക്കോസ്ത് പ്രസ്ഥാനം വളർന്നത്. പെന്തക്കോസ്ത് പ്രസ്ഥാനം വളരുവാനുള്ള ഒരു മുഖ്യമായ കാരണമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. ആദിമ സഭയിൽ എപ്രകാരമായിരുന്നോ അതുപോലെ അതിന്റെ അന്തസത്ത ഒട്ടും ചോർന്നു പോകാതെ അവർ തങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ചു. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇത് ആരൊക്കെ ഉൾക്കൊള്ളിക്കാതെ ഇരുന്നോ, അല്ലെങ്കിൽ ഇതിനെ ആരൊക്കെ വ്യാജമായി കൈകാര്യം ചെയ്തോ, ഏകദേശം AD 200 മുതലാണ് ഇതിനെ വ്യാജമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ സഭചരിത്രം പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ ഈ AD 200-300 മുതലാണ് സഭയുടെ മൂല്യച്യുതി ഉണ്ടാകുന്നത്. സഭ ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് പതിയെ അകന്ന് ഇന്ന് നീചപ്രവൃത്തികൾക്ക് മാത്രം സ്ഥാനമുള്ള ഒരു ക്രൈസ്തവ മതമായി, വെറും ഒരു മതമായിട്ട് ക്രിസ്തീയ സഭാ സമൂഹങ്ങൾ അധപതിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അവർ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ളതായ ആ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുമാറി. അങ്ങനെ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന് സഭയിൽ പ്രവർത്തിക്കുവാൻ ഇടമില്ലാതെയായി. അല്ലെങ്കിൽ ഈ 2000 വർഷം കൊണ്ട് ഈ ലോകമാകെ, ലോകത്തിന്റെ അറുതിയോളം ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ അവരെല്ലാം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവ് എന്നേ മടങ്ങി വന്നേനെ. അപ്പോൾ അതിന് ബദലായി, എതിരായി, കർത്താവിന്റെ വരവിന് എതിരായി പ്രവർത്തിച്ച ഒരു പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ഈ ദൈവിക പ്രവൃത്തിയെ വ്യാജമാക്കി കളഞ്ഞത്. 2, അത് വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത്. ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്. നമുക്ക് സഭാചരിത്രം പഠിക്കുമ്പോൾ അറിയാം. ഈ 1900 പെന്തക്കോസ്ത് ഉണർവിൽ എന്ത് സംഭവിച്ചു? AD 30 AD 1-ാം നൂറ്റാണ്ടിൽ അഥവാ AD 30
നടന്നതായ ആ പെന്തക്കോസ്ത് അനുഭവം, അന്ന് സഭയുടെ വളർച്ച ഓർത്തു നോക്കി. ആ ഒരു 50 വർഷത്തെ സഭയുടെ വളർച്ച, സഭ യെരുശലേമിന് വന്ന ചുറ്റുപാടും വളരെ വേഗം പ്രചരിപ്പിക്കപ്പെട്ടു. അവർ പീഡനത്തിലൂടെ കടന്നുപോയത്. ഈർച്ചവാളിനാൽ അറുക്കപ്പെടുക. ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരാളെ നിർത്തിയിട്ട്, സമൂഹത്തിൽ നിർത്തിയിട്ട് വാളുകൊണ്ട് ആ വ്യക്തിയെ, ഒരു പട്ടാളക്കാരൻ ഇവിടെയും ഒരു പട്ടാളക്കാരൻ അവിടെ നിന്നിട്ട് അറുത്ത് മുറിച്ച് 2 കഷണമാക്കുന്ന ചിന്തിക്കാൻ പറ്റുമോ? അന്നത്തെ കാലത്ത് ആ ഈർച്ചവാളിനാൽ അറക്കപ്പെട്ടിട്ട് പോലും അവർ സുവിശേഷവുമായി ലോകത്തിന്റെ അറ്റത്തോളം യാത്ര ചെയ്തത് ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിച്ചത് കാരണമാണ്. അത് പിന്നീട് അങ്ങോട്ട് ഇല്ലാതെ പോയതാണ്. ഈർച്ചവാള് കാണുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയുമല്ല, ഞാൻ യേശുവിന്റെ ആളുമല്ല, ഞാൻ മതത്തിന്റെ എന്ന് വെച്ചാൽ ഇന്ന് സഭയുടെ വിശ്വാസിയാണെന്ന് പറഞ്ഞ് തടി തപ്പുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികൾ വന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ അവസാന നൂറ്റാണ്ടുകളിൽ 1900 മുതൽ ഇങ്ങോട്ട് പെന്തക്കോസ്ത് വളർച്ച അല്ലെങ്കിൽ പെന്തക്കോസ്ത് പകർച്ച കണ്ട് ഒരു കൂട്ടം വേർപെട്ട വിശ്വാസികൾ തന്നെ അസൂയാലുക്കളായി. അപ്പോൾ ഏകദേശം ഒരു 1940-കളിൽ 15 മുതൽ 40 വരെയുള്ള ആ കാലയളവില് ഇതിനെതിരായിട്ട് ഒരു ഉപദേശം എഴുന്നേറ്റു. ഇതിനെതിരായിട്ടൊരു ഉപദേശം, അതിൽപ്പെട്ട ഒരു ഉപദേശമാണ് വിശുദ്ധ വേദപുസ്തകമാണ് പൂർണ്ണമായത് എന്നുള്ളതായ ദുരുപദേശം. അത് മിസ്റ്റർ വൈൻ എന്ന അറിയപ്പെട്ട ഒരു ദേവദാസൻ പഠിപ്പിച്ച ഒരു ദുരുപദേശമാണ്. അത് 1915 അദ്ദേഹം പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. വേദപുസ്തകമാണ് പൂർണ്ണമായത് എന്നുള്ളതായ ദുരുപദേശം. അപ്പോൾ വേദപുസ്തകമാണ് പൂർണ്ണമായതെന്ന് വരുമ്പോൾ, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നിന്നു പോകണം. അങ്ങനെ വേദപുസ്തകം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അംശമായത് അഥവാ ചില വരങ്ങൾ, പരിശുദ്ധാത്മ വരങ്ങൾ നിന്നുപോയി എന്നുള്ള ഒരു പഠിപ്പിക്കൽ ഏകദേശം 1915 മുതൽ 40 വരെ. ഞാൻ ആ സമയം പറയുന്നത് ഏകദേശം കൃത്യമാണ്. കാരണം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനത്തിലാണ് മിസ്റ്റർ W.E. വൈൻ എന്ന് പറയുന്ന ദേവദാസൻ ഇതേക്കുറിച്ചുള്ള നോട്ടുകൾ എഴുതി പ്രചരിപ്പിച്ചത് ആ കാലത്ത്. അപ്പൊ അത് ചില വേർപെട്ട കൂട്ടായ്മക്കാർ ഏറ്റെടുക്കുകയും അവർ ശക്തമായിട്ട് പെന്തക്കോസ്തുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ദൈവ പ്രവൃത്തിക്കെതിരെ പ്രവർത്തിക്കുവാനും പ്രസംഗിക്കുവാനും ആരംഭിച്ചു. പല പെന്തക്കോസ്തുകാരും അതിൽ പെട്ടുപോയി. ഇന്നും ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ, ഇന്നും നമ്മൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ വളരെയധികം ഒരു സമൂഹം ഈ വേർപെട്ട കൂട്ടായ്മയിൽപ്പെട്ടവർ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളും അവരുടെ പുസ്തകങ്ങളും വായിച്ച് ഇത് കേൾക്കാതെ ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന പലരും അത്തരത്തിൽപ്പെട്ടതായിരിക്കാം. അവരും ഇത് പഠിക്കണം. അപ്പോൾ അവിടുന്ന് മുൻപോട്ട് വന്നപ്പോൾ എന്തു ചെയ്തു? പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ളതായ ആ ദൈവിക പ്രക്രിയക്ക് ഒരു നിർവചനം കൊണ്ടുവന്നു. ഒരു നിർവചനം. ആ നിർവചനം അത് എടുത്തിരിക്കുന്നത് ഒരു ദുർവ്യാഖ്യാനത്തിൽ കൂടെയാണ്. പലരും ആ വ്യാഖ്യാനത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 12-13 വാക്യം വായിക്കണ്ട, ഞാനത് പറഞ്ഞു വിടുകയാണ്. 1 കൊരിന്ത്യർ 12-13 നമ്മൾ പിന്നീട് എടുക്കുക, നമ്മളത് വ്യാഖ്യാനിക്കും. ആ ഒരു വാക്യം നമ്മളടുത്ത് വ്യാഖ്യാനിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് സ്നാപകൻ പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു നിർവചനം കൊടുത്തിട്ട് വിശ്വാസികളെ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കുന്നതിൽ നിന്ന് വിലക്കി.